Good morning, all. Good morning. Then ബാക്കിയുള്ളവർ വരുന്നുള്ളതാണല്ലേ? മൺഡേ ആയതുകൊണ്ടാണല്ലോ അവർ ലേറ്റ് ആയിട്ട് ക്ലാസ്സില്. ആണോ? ഓക്കെ, ഇത് നമുക്ക് എടുത്ത ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. പേഷ്യന്റ് കൺസേൺ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ദെൻ അതിന്റെ 3 ആസ്പെക്ട്സുകള്: ലീഗല്, എത്തിക്കല്, ദെൻ അഡ്മിനിസ്ട്രേറ്റീവ്. അപ്പൊ അതില് നമ്മള് ഫസ്റ്റ് ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഫസ്റ്റ് പാരഗ്രാഫ് കംപ്ലീറ്റ് ചെയ്തോ? ഫസ്റ്റ് നമ്മൾ പറഞ്ഞില്ലേ, ലീഗലിന് വായിച്ചില്ലേ കഴിഞ്ഞ ക്ലാസ്സില്? ലീഗൽ എടുത്തിട്ടില്ല. ലീഗൽ സ്റ്റാർട്ട് ചെയ്തില്ലേ? കുറച്ച് സിമ്പിൾ കൺസെന്റ് എന്താണെന്നുള്ളത് ഇല്ല, ലീഗല് വരെയാണ് എടുത്തത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പറഞ്ഞു പേഷ്യന്റ് കൺസേൺറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. സോ ഈ പേഷ്യന്റ് കൺസേൺറ്റില് ലീഗൽ ആയിട്ടും എത്തിക്കൽ പരമായിട്ടും അഡ്മിനിസ്ട്രേറ്റീവ് പരമായിട്ടും അതിന്റെ പ്രസക്തി എന്താണ്, അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോ 3 ആസ്പെക്ട്സുകളാണ്, കുറച്ചധികം പറഞ്ഞിട്ടുണ്ട്. സിമ്പിൾ ആക്കി മനസ്സിലാക്കി പഠിക്കാം. ടോട്ടൽ ആയിട്ടുള്ളൊരു എന്താ പറയാ, എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് സിമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാം. ദെൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അണ്ടർലൈൻ പറയുമ്പോൾ അത് അണ്ടർലൈൻ ചെയ്ത് പോകണം. അണ്ടർലൈൻ ചെയ്തത് മാത്രം നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. കാരണം ഇത് ഒരു ഡീറ്റെയിൽ ആയിട്ട് ഓരോ ആസ്പെക്ട് ആണ് പറയുന്നത്. കാരണം നിയമപരമായിട്ട് കൺസെന്റിന് വശങ്ങളുണ്ടോ, അതിന്റെ ആവശ്യകത എന്തൊക്കെയാണ്. എത്തിക്കൽ പരമായിട്ട്, എത്തിക്കൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, കുറച്ച് ധാർമ്മികപരമായിട്ട് സാമൂഹികപരമായിട്ട് അതിനുള്ള പ്രസക്തി ഉണ്ടോ. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ്, ഹോസ്പിറ്റലില് ഭരണപരമായിട്ട് ഈ ഒരു കൺസെന്റിനുള്ള പ്രത്യേകത അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്. ഓക്കെ, നോക്കാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ലീഗൽ ആയിട്ടുള്ള വശങ്ങൾ നോക്കാം. Although the concept of philosophical percepts, the modern legal precedent for simple consent was written in 1914, establishing a patient right to determine what shall be done with his body. Okay, അപ്പൊ ഈ കൺസെന്റ് എന്നുള്ളത്, കൺസെന്റ് വാസ് റിട്ടൺ ഇൻ 1914 തുടങ്ങിയാണ് ഈ കൺസെന്റ് എന്നുള്ളൊരു ആ ഒരു കൺസെപ്റ്റ് വന്നു തുടങ്ങിയത്. ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഇയർ കൺസെന്റ് വാസ് റിട്ടൺ ഇൻ 1914. ഓക്കെ, അണ്ടർലൈൻ ചെയ്തോ? അപ്പൊ ഈ കൺസെന്റ് എന്നുള്ള ആശയം വന്നത് 1914 കൂടിയിട്ടാണ്. ഇങ്ങനെ പേഷ്യന്റിന്റെ പ്രൊസീജിയേഴ്സിനും അല്ലെങ്കിൽ മറ്റ് നമ്മുടെ ചികിത്സയ്ക്ക് മുന്നായിട്ട് കൺസെന്റ് എന്നുള്ള ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത്. Then establishing a patient right to determine what shall be done with his body. അല്ലെ, പേഷ്യന്റിന്റെ ബോഡിയിൽ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ശരീരത്തിൽ അല്ലെങ്കിൽ ശരീരം ഉപയോഗിച്ച് എന്ത് ചെയ്യണമെന്ന് നിർണ്ണയിക്കാനുള്ള, അതായത് ആ പേഷ്യന്റിന്റെ ശരീരത്തിൽ ഇപ്പൊ എന്തെങ്കിലും സർജറിയോ അല്ലെങ്കിൽ മറ്റു പ്രൊസീജിയറോ ചെയ്യണമെങ്കിൽ അതിനുള്ള അവകാശമാണ് ഈ കൺസെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ നമ്മളിപ്പോ സർജറിക്കൊക്കെ പേഷ്യന്റിന് വിധേയമാകുമ്പോൾ നിങ്ങൾക്ക് അറിയാം, കൺസെന്റ് സൈൻ ചെയ്യും ഇല്ലേ? ചെയ്യാറില്ലേ? അറിയില്ലേ നിങ്ങൾക്ക്? നമ്മൾ സർജറിക്ക് വിധേയമാകാൻ വേണ്ടിയും ഒരു പേപ്പർ തരും അല്ലെ? ആ പേപ്പർ വായിച്ചു നോക്കിയിട്ട് പേഷ്യന്റിന്റെ പുറത്ത് നിൽക്കുന്ന ബൈസ്റ്റാൻഡർ അല്ലെ, ഏറ്റവും അടുത്ത ബൈസ്റ്റാൻഡർ ആരാണ്, അവരെ കൊണ്ട് എന്തെയും സൈൻ ചെയ്തതിന് ശേഷം മാത്രമേ ഇങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് നമ്മൾ ഹോസ്പിറ്റലിൽ ചെയ്യാറുള്ളൂ. കാരണം അതിന്റെ ബെനിഫിറ്റ്സുകളും റിസ്കുകളും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതിന് ശേഷം പേഷ്യന്റിന്റെ റിലേറ്റീവ്സിന് അല്ലെങ്കിൽ ബൈസ്റ്റാൻഡറിന് താല്പര്യമുണ്ട് ഇത് കൺസെന്റ് ഓപ്പറേഷൻ ചെയ്യാനായിട്ട്, ഓക്കെ, അവരുടെ സമ്മതത്തോടു കൂടി മാത്രമേ നമുക്കത് ചെയ്യാൻ പാടുള്ളൂ. സോ ഈ ഒരു കൺസെന്റ് എന്നുള്ളത് 1914 വന്നു. ദെൻ പേഷ്യന്റിന്റെ ശരീരത്തിൽ റൈറ്റ് ടു ഡിറ്റർമൈൻ വാട്ട് ഷാൽ ബി ഡൺ വിത്ത് ഹിസ് ബോഡി, ഒരു പേഷ്യന്റിന്റെ ശരീരത്തില് അല്ലെങ്കിൽ അവന്റെ ശരീരം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് നിർണ്ണയിക്കാനായിട്ടുള്ളത് ഈ ഒരു കൺസെന്റിൽ നമ്മളോട് പറയുന്നു. Then the further obligation for physician is to disclose details about treatment in the process of informed consent did not emerge until 1950s
when court first required physician to disclose information customarily disclosed by experienced clinicians. ഞാനത് വായിച്ചിട്ട് അതിന്റെ ടോട്ടലായിട്ട് അതിനൊന്ന് സംഗ്രഹിച്ചിട്ടാണ് പറയുന്നത്. കാരണം ഒരുപാടുണ്ട്. ഓരോ സെന്റൻസ് വെച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആവില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പാരഗ്രാഫ് ആയിട്ട് പറഞ്ഞു തരുന്നത് കേട്ടോ. കുഴപ്പമില്ലല്ലോ, മനസ്സിലാവുന്നുണ്ടല്ലോ? ഓരോ സെന്റൻസ് വെച്ച് പറയുന്നതിനേക്കാൾ കുറച്ചും കൂടി ഇതിൽ തോന്നുന്നു ബെറ്റർ വായിച്ചിട്ട് അതിന്റെ ഒരു ഉള്ളടക്കം എന്താണോ കണ്ടന്റ് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോ 1914 ഇങ്ങനെ ഒരു ആശയം വന്നത്. ദെൻ പേഷ്യന്റിന്റെ നമ്മുടെ പേഷ്യൻസിന്റെ ബോഡിയിൽ എന്താണ് ചെയ്യുന്നത് എന്നാണ് നമ്മുടെ പറയുന്നത്. ദെൻ പിന്നെ പറയുന്നത് the further obligation physician disclose details about treatment process informed consent. അല്ലെ, അതായത് ചികിത്സയെ കുറിച്ചിട്ടുള്ള ആ പേഷ്യന്റിന്റെ ചികിത്സ, പേഷ്യൻസ് നമ്മൾ എന്താണോ ചെയ്യാൻ പോകുന്നത്, സർജറി ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രൊസീജിയർ ആണോ, ഈ ചികിത്സയെ കുറിച്ചിട്ടുള്ള പേഷ്യൻസിന്റെ വിവരങ്ങളൊക്കെ എന്ത് ചെയ്യും, ഡോക്ടർമാര് പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡറിനോട് വെളിപ്പെടുത്തുന്നു. ഡിസ്ക്ലോസ് ചെയ്യാന്ന് വെച്ചാൽ പറഞ്ഞു കൊടുക്കണം, ഇങ്ങനെയാണ്, ഇങ്ങനെ സർജറിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, സോ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആള് ബെറ്റർ ആയി കിട്ടും, ചിലപ്പോൾ അതിന് കുറച്ച് റിസ്കുകളൊക്കെ ഉണ്ട്, അങ്ങനെയുള്ള ഡീറ്റെയിൽസുകൾ എന്തൊക്കെയാണോ ആ പേഷ്യന്റിന് നമ്മൾ കൊടുക്കാൻ പോകുന്ന ട്രീറ്റ്മെന്റ്, സോ ആ ട്രീറ്റ്മെന്റിന്റെ ഡീറ്റെയിൽസുകൾ നമ്മൾ എന്ത് ചെയ്യും, ഡോക്ടർമാരെ പറഞ്ഞു കൊടുക്കും. അല്ലെ, ഇങ്ങനെ ഡോക്ടർമാരുടെ അതൊരു എന്താ പറയാ ഉത്തരവാദിത്വമാണെന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. ഈ ഒരു കൺസെപ്റ്റിൽ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഈ പ്രൊസീജിയർ ചെയ്യുക എന്തൊക്കെയാണെന്നുള്ളത് ഡോക്ടർമാരുടെ ഒരു ബാധ്യത, അല്ലെങ്കിൽ അവരാണ് അവർക്ക് ഉത്തരവാദിത്വമാണെന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. അതൊരു 1950 ആയപ്പോഴേക്കാണ് ഇങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് ഉയർന്നു വന്നിരിക്കുന്നത്. ഇപ്പൊ 1950 ആയപ്പോഴേക്കും ഇങ്ങനെ ഡോക്ടേഴ്സിന് പേഷ്യൻസിനോട് അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ബൈസ്റ്റാൻഡറോട് ഈ ചെയ്യാൻ പോകുന്ന പ്രൊസീജിയേഴ്സിനെ കുറിച്ചും അല്ലെങ്കിൽ ആ ട്രീറ്റ്മെന്റ്സിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ പേഷ്യൻസിന്റെ ബൈസ്റ്റാൻഡർക്ക് നൽകിയിരിക്കണം എന്നുള്ളത് ഒരു 1950 തുടങ്ങി അങ്ങനെ നമ്മൾ ഡോക്ടർമാരെ നൽകിയിരിക്കണം എന്നുള്ളൊരു ആശയം വന്നു. When court first required physician to disclose information customarily disclosed by experienced clinicians. Example, the reasonable physician standard. അതായത് ഒരു ഫിസിഷ്യനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങള് പേഷ്യന്റിന്റെ റിലേറ്റീവ്സിനോട് പറഞ്ഞു കൊടുക്കണം എന്നുള്ള ഒരു രീതി വന്നത്. Then, known until 1975 that American courts articulated reasonable person standard, which required that physician disclose information that a reasonable person would. I want to know a similar situation. Regardless of the criteria used, the informed consent is further predicted on the patient's surrogate's capacity to make decision. എന്താ ഇവിടെ പറയുന്നത്? നമ്മൾ പറഞ്ഞു 1950 ഇങ്ങനെ ഡോക്ടേഴ്സിന് ഈ കൺസെന്റിന്റെ ഡീറ്റെയിൽസുകളും ട്രീറ്റ്മെന്റ്സിന്റെ ഡീറ്റെയിൽസുകളും ബൈസ്റ്റാൻഡറോട് പറയുക എന്നുള്ളത് അവരുടെ ബാധ്യതയായിട്ട് വന്നത്. ബാധ്യത എന്ന് വെച്ചാൽ അവരുടെ ഡ്യൂട്ടി ആണെന്നത്, അങ്ങനെ പറയണം എന്നുള്ളത്. കാരണം പല റിലേറ്റീവ്സിനാണെങ്കിലും ട്രീറ്റ്മെന്റ്സിന്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ മെഡിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അറിവൊന്നും ഉണ്ടായിരിക്കില്ല. സോ അവരത് പറഞ്ഞ് ബോധ്യവാന്മാരാക്കണം, ഇങ്ങനെ പ്രോസസ്സാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, സോ അതിന് ഇങ്ങനെ ബെനിഫിറ്റ്സുകളൊക്കെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റു രീതിയിൽ എന്തെങ്കിലും റിസ്ക് ഉണ്ടോ എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയണം എന്നുള്ളത് 1950 വന്നത്. Then 1975 50 ഒക്കെ കഴിഞ്ഞു. 1975 അമേരിക്കൻ കോടതികൾ ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് പഠനങ്ങളൊക്കെ നടത്തി. ഇങ്ങനെ ഒരു കൺസേൺ ഫോം ആവശ്യമാണ്, അല്ലെങ്കിൽ പേഷ്യൻസിന് അവരെ നമ്മൾ അറിയിക്കണം, അല്ലെ, കൺസേൺ ഫോമോട് കൂടി മാത്രമേ സർജറിയും മറ്റു പ്രൊസീജിയറൊക്കെ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു ആശയമൊക്കെ 1975 അമേരിക്കൻ കോടതികളാണ് ഇതിനെ കുറിച്ചിട്ട് അവർ എന്ത് ചെയ്തു, ഒരു മാനദണ്ഡം തയ്യാറാക്കി. ഇനി എന്താണ് അതിൽ പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പേഷ്യൻസ് അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ പേഷ്യൻസ് അറിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിന്റെ കൂടെയുള്ളവര് പേഷ്യൻസിന് എന്താണ് ചെയ്യാൻ പോകുന്നത്, ഇനി ആ സർജറി ചെയ്താല് അവർ രക്ഷപ്പെടോ അല്ലെങ്കിൽ ഓക്കെ ആകുമോ, ഇനി മറ്റെന്തെങ്കിലും റിസ്കുകൾ ഉണ്ടോ എന്നിങ്ങനെയുള്ള പേഷ്യൻസിന്റെ ആ റിലേറ്റീവ്സ് അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങള് ഡോക്ടേഴ്സ് അവരോട് വെളിപ്പെടുത്തണമെന്ന് ഈ 1975 അമേരിക്കൻ കോർട്സ് രേഖപ്പെടുത്തിയത്. അവര് നിർബന്ധമായിട്ടും ഇങ്ങനെ പേഷ്യൻസിന്റെ വിവരങ്ങൾ നൽകണം എന്നുള്ള ഒരു രീതിയിലോട്ട് വന്നു. Then user informed consent is further predicted on the patient's or surrogate's capacity to make decisions. അപ്പോ അതുപോലെ തന്നെ എന്താണ്, ഡോക്ടർമാർ അങ്ങനെ കൃത്യമായിട്ട് വെളിപ്പെടുത്തണം. പിന്നെ കൺസെന്റ് എന്ന് പറയുന്നത് പേഷ്യൻസിന്റെയോ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ സറോഗേറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിന്റെ കൂടെയുള്ള, അല്ലെ, അല്ലെങ്കിൽ നമ്മൾ പകരക്കാരൊക്കെ വേണമെങ്കിൽ പറയാം, റിലേറ്റീവ്സോ ബൈസ്റ്റാൻഡറോ. സോ ഈ ബൈസ്റ്റാൻഡർക്ക് തീരുമാനമെടുക്കാനുള്ള ആ ഒരു കഴിവ് നമുക്കതിൽ നിന്നും കിട്ടണമെന്ന്. കാരണം കൺസെന്റ് വായിച്ചതിന് ശേഷം ആ ബൈസ്റ്റാൻഡർ ആണ് നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കേണ്ടത്. Then
regardless of the criteria. The capacity to make decision. Not only should the decision maker understand relevant information. So അതിനകത്ത് റിലവന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഈ കൺസെന്റിൽ ഉണ്ടായിരിക്കണം. സോ അത് വായിക്കുമ്പോൾ ഈ ബൈസ്റ്റാൻഡർക്ക് മനസ്സിലാകാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. കാരണം എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്, അതിന്റെ റിസ്ക്, ബെനിഫിറ്റ്സ്, ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് നമ്മുടെ ഈ കൺസെന്റിൽ മെൻഷൻ ചെയ്തിരിക്കണം. സോ അത് വായിച്ചു നോക്കിയിട്ട് അവരാണ് അതിൽ സൈൻ ചെയ്തിട്ട് ഓക്കെ ആണ് എന്നുള്ളൊരു സൈൻ ചെയ്താൽ മാത്രമേ ആ പ്രൊസീജിയർ അവിടെ എന്ത് ചെയ്യുള്ളൂ, നടക്കുള്ളൂ, സർജറി ചെയ്യുള്ളൂ. അല്ലാതെ ഒരു ഡോക്ടറിന്റെയോ നഴ്സിന്റെയോ ഹോസ്പിറ്റലിന്റെ ഇഷ്ടപ്രകാരം ഒരു പേഷ്യന്റിന് നമ്മൾ സർജറി പോലുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യാറില്ല. ഈ ഒരു കൺസെന്റ് നോക്കി ആ ഒരു പേഷ്യന്റിന്റെ സെറോഗേറ്റ്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആണെങ്കിലും സൈൻ ചെയ്തതിനു ശേഷം മാത്രമേ നമ്മൾ കൊടുക്കാറുള്ളൂ. അതാണ് ലീഗൽ എന്ന് പറയുന്നത്. കാരണം ഇങ്ങനെ പേഷ്യന്റിന് ഒരു പേഷ്യന്റിന് ഇവരുടെ ഒന്നും കൺസെന്റ് ഇല്ലാതെ സൈൻ ഇല്ലാതെ പ്രൊസീജിയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലും നമുക്ക് ലീഗലായിട്ട് അത് മുന്നോട്ട് പോകാം. കാരണം നിയമപരമായിട്ട് ഇങ്ങനെയാ പറയുന്നത്, കൺസെന്റ് സൈൻ ചെയ്തതിനു ശേഷം മാത്രമേ സർജറിക്ക് മറ്റു വിധേയമാക്കാൻ പാടുള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ എന്ത് ചെയ്യാം, നിയമപരമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. Then relevant information. He or she should be also able to appreciate the information's importance and use it with treatment option in light of their values. നമുക്ക് ട്രീറ്റ്മെന്റ് ഓപ്ഷൻ നമുക്ക് തന്നെ സെലക്ട് ചെയ്യാതെ ഇത് വേണം, പ്രൊസീജിയർ ചെയ്യണോ അല്ലെങ്കിൽ സർജറി ചെയ്യണോ വേണ്ടിയോ എന്നൊക്കെ നമുക്ക് തന്നെ അത് വായിച്ച് നോക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. Then അത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കുക. അപ്പൊ അതിൽ അണ്ടർലൈൻ ചെയ്യേണ്ടത് ആ 90-40 എന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഓക്കെ, വേറെ ഒന്നും അണ്ടർലൈൻ ചെയ്യണ്ട. ജസ്റ്റ് എന്താണ് ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് മാത്രം പറയുന്നുള്ളൂ. പ്രധാനമായിട്ടും പറയുന്നത് എന്താണ്, കൺസെന്റില് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ എഴുതിയിരിക്കണം. പ്രൊസീജിയേഴ്സിന്റെ കാര്യങ്ങൾ, അതിന്റെ ബെനിഫിറ്റ്സുകളും കാര്യങ്ങളും വായിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റണം. ഡോക്ടേഴ്സ് എന്ത് വേണം, അതിന്റെ ട്രീറ്റ്മെന്റ്സിന്റെ കാര്യങ്ങളും അതിന്റെ ബെനിഫിറ്റ്സുകളും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പേഷ്യൻസിന്റെ സെറോഗേറ്റ്സിനോ അല്ലെങ്കിൽ ബൈസ്റ്റാൻഡർക്കോ പറഞ്ഞു കൊടുക്കണം. അവരത് വായിച്ച് അവരുടെ അനുവാദത്തോടു കൂടി അവരുടെ സൈനോട് കൂടി മാത്രമേ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതൊരുപാട് എന്താ പറയാ ബൈ ഹാർട്ട് ഒന്നും ചെയ്ത് പഠിക്കുകയൊന്നും വേണ്ട. എന്താണെന്നുള്ളത് നിങ്ങൾ വായിച്ചിട്ട് നിങ്ങളുടേതായ രീതിയിലൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിക്കുക. ചിലപ്പോൾ ചില സെന്റൻസുകളൊക്കെ എന്താ പറയാ ഡയറക്റ്റ് അല്ല, കുറച്ച് വളച്ചൊടിച്ച് തന്നിരിക്കുന്ന സെന്റൻസുകളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മനസ്സിലാക്കി വായിച്ചാൽ മതി. ഓക്കെ, മാക്സിമം ഞാനൊന്ന് ഷോർട്ട് ആക്കിയിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഇനി ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഓക്കെ, വീണ്ടും ലീഗലിന്റെ തന്നെ ബാക്കി കണ്ടിന്യൂവേഷൻ ആണ്. കുറച്ചും കൂടി ഉണ്ട് ലീഗലിനെ കുറിച്ച്. ലീഗലി സിമ്പിൾ കൺസെന്റ് പ്രൊട്ടക്ട്സ് patient against assault and battery in the form of unnecessary medical procedures. Underline ചെയ്യാം കേട്ടോ. സിമ്പിൾ കൺസെന്റ് ഒഴികെ അണ്ടർലൈൻ ചെയ്യാം. സിമ്പിൾ കൺസെന്റ് പ്രൊട്ടക്ട്സ് ലീഗലി സിമ്പിൾ കൺസെന്റ് പ്രൊട്ടക്ട്സ്, കൺസെന്റ് പ്രൊട്ടക്ട് ചെയ്യുന്നു. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കൺസെന്റ് പ്രൊട്ടക്ട്സ് പേഷ്യന്റ് അഗെയിൻസ്റ്റ് assault and battery in the form of unnecessary medical procedure. അല്ലേ? assault എന്ന് പറഞ്ഞാൽ എന്താണ്? assault എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
അസോൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനാവശ്യമായിട്ടുള്ള തെറ്റായിട്ടുള്ള രീതിയിലുള്ള പേഷ്യൻസിനോടുള്ള നടപടിക്രമങ്ങളെയും then and battery in the form of unnecessary medical procedures. Battery എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇവിടെ? Battery എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ നെഗ്ലിജൻസ്, അതായത് മെഡിക്കലിനെതിരായിട്ടുള്ള ചെയ്യുന്ന വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അസോൾട്ട് അല്ലെ, അതായത് മെഡിക്കൽ അനാവശ്യമായിട്ടുള്ള തെറ്റായിട്ടുള്ള മെഡിക്കൽ നടപടിക്രമങ്ങൾക്ക് എതിരെയുള്ള അങ്ങനെയുള്ള ആക്രമണങ്ങളിൽ നിന്നും എതിരെയുള്ള ഒരു പ്രൊട്ടക്ഷൻ ആണ് എന്ത് കൺസെന്റ് എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ പറഞ്ഞു കൺസെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ചെയ്യാൻ പാടുള്ളൂ. ദെൻ മറ്റു ഇടപെടലുകളൊന്നും ഈ ഒരു കൺസെന്റ് ഇല്ലാതെ ചെയ്യാൻ പാടില്ല. സോ ഇതൊരു മെഡിക്കൽ പ്രൊട്ടക്ഷൻ ആണ്. അണ്ടർലൈൻ ചെയ്തോ എല്ലാവരും? അണ്ടർലൈൻ ചെയ്തോ? ഓക്കെ. ദെൻ the highest standard of informed consent further safeguard patients' rights to autonomy, self-determination and inviolability. ഇവിടെ പറയുന്നത് കൺസെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിന്റെ ഒരു റൈറ്റ്സ് ടു ഓട്ടോണമി, സ്വയം അവന്റെ എന്താ പറയാ സ്വയം ഭരണ അവകാശം, അതായത് തന്റെ ശരീരത്തിൽ എന്താണ് ചെയ്യുന്നത് എന്നറിയാനായിട്ടുള്ള ഒരു അവകാശമുണ്ട്. സെൽഫ് ഡിറ്റർമിനേഷൻ അല്ലെ, അതായത് എന്താണ് സ്വയം നിർണയം, എന്താണ് ചെയ്യുന്നത്, തന്റെ ശരീരത്തിൽ ഏത് പ്രൊസീജിയർ ആണ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഏത് ട്രീറ്റ്മെന്റ് ആണ് എടുക്കുന്നത് എന്നറിയാനായിട്ടുള്ള ഒരു അവകാശമാണ് ഈ ഒരു കൺസെന്റ് വഴി ലഭിക്കുന്നത്. However, the legal standards that apply to obtaining informed consent vary across jurisdiction and their interruptions continuous to involve. Okay. കൺസെന്റിൽ നിയമപരമായിട്ടുള്ള പല മാനദണ്ഡങ്ങൾ ഉണ്ടാകും, അത് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഓരോ ഇതിലും കൺസെന്റിന്റെ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത് വ്യത്യാസം ഉണ്ടാകും ഓരോ പ്രൊസീജിയേഴ്സിന് അനുസരിച്ചുകൊണ്ട്. Then some jurisdictions use reasonable person standard, whereas other continue to use older standard the reasonable physician. ഇനി അവയുടെ ഈ കൺസെന്റിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ എല്ലാ പ്രൊസീജിയേഴ്സിനും ഒരേപോലത്തെ കൺസെന്റ് ആയിരിക്കില്ല. അത് ആ ഒരു പ്രൊസീജിയേഴ്സിന് അനുസരിച്ചുകൊണ്ട് കൺസെന്റിലും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും. Then ഡോക്ടർമാര് അവരുടെ അധികാര പരിധിയിൽ ഉപയോഗിക്കുന്ന ഈ കൺസെന്റ് ആണെങ്കിലും ഒരു കൃത്യമായിട്ടുള്ള ഒരു മാനദണ്ഡമൊക്കെ നിർണ്ണയിച്ചിട്ടുണ്ടാകും. അതനുസരിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ആ പേഷ്യൻസിന് ട്രീറ്റ്മെന്റ്സുകളൊക്കെ കൊടുക്കുന്നത്. Then therefore it is important for clinicians to determine the precise standard used in their jurisdiction to adapt their practice accordingly. ഒരു കൃത്യമായിട്ടുള്ള ഒരു മാനദണ്ഡം ഉണ്ടെങ്കിലേ അതനുസരിച്ചിട്ട് ഫിസിഷ്യൻസിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ട്രീറ്റ്മെന്റ്സ് കൊടുക്കാൻ പറ്റുള്ളൂ. The Canadian Medical Protective Association provides detailed information on Canadian standard. ഇത് Canadian Medical Protective Association ഇതൊരു ഗ്രൂപ്പാണ്, ഇതൊരു അസോസിയേഷൻ ആണ്. അതായത് കനേഡിയൻസിലുള്ള കനേഡിയൻ ഫിസിഷ്യന്മാർക്ക് വേണ്ടിയിട്ട് കനേഡിയൻ ഫിസിഷ്യന്മാർ ചേർത്തിട്ടുള്ള അവരുടെ ഒരു പ്രതിരോധ സംഘടനയാണ് എന്ത് കനേഡിയൻ മെഡിക്കൽ പ്രൊട്ടക്റ്റീവ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുകയാണേ. സോ ഈ കനേഡിയൻ ഫിസിഷ്യന്മാര് അവർ ഒന്നിച്ചു ചേർന്നിട്ട് ഒരു അസോസിയേഷൻ രൂപീകരിച്ചിരിക്കുന്നതാണ് ദി കനേഡിയൻ മെഡിക്കൽ പ്രൊട്ടക്റ്റീവ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ അസോസിയേഷൻ അവര് ഒരു കനേഡിയൻ സ്റ്റാൻഡേർഡ്, അതായത് അവരുടെ കൺസെന്റിൽ അവര് പ്രത്യേക സ്റ്റാൻഡേർഡുകൾ പറഞ്ഞിട്ടുണ്ടെന്ന്. ഇപ്പൊ പ്രധാനമായിട്ടും അവരുടെ ഈ ഒരു കനേഡിയൻ അസോസിയേഷനിൽ പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് രോഗികളുടെ സുരക്ഷ, രോഗികൾക്ക് സേഫ് ആയിരിക്കണം. അതുപോലെ തന്നെ ഇനി ഇൻ കേസ് ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്നും ഡോക്ടേഴ്സിന്റെ ഭാഗത്ത് നിന്നും ചികിത്സയിൽ എന്തെങ്കിലും പിഴവ് സംഭവിച്ചാൽ അല്ലെങ്കിൽ അശ്രദ്ധമായിട്ടുള്ള പരിചരണം കൊണ്ട് പേഷ്യൻസിന് എന്തെങ്കിലും എന്തെങ്കിലും സംഭവങ്ങൾ സംഭവിച്ചാൽ, അശ്രദ്ധമായ പരിചരണം കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ രോഗികൾക്ക് ഇവര് നഷ്ടപരിഹാരം ഇവര് തന്നെ കൊടുക്കുന്നു. അത് അവരുടെ ആ ഒരു കനേഡിയൻ പ്രൊട്ടക്റ്റീവ് അസോസിയേഷനിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റാൻഡേർഡ് ആണ്. അതായത് പേഷ്യന്റിന് സേഫ് ആക്കണം. മേ ബി എന്തെങ്കിലും പേഷ്യൻസിന് പ്രശ്നം വരികയാണെങ്കിൽ ഇവരതിന് നഷ്ടപരിഹാരം കൊടുത്തിരിക്കും. അത് അവരുടെ ആ ഒരു അസോസിയേഷനിൽ പറഞ്ഞിരിക്കുന്നത്. Even when the standard is clear, interruptions is required to apply standard in particular cases. Thus, most implication regarding informed consent purpose or precisely what information satisfy applicable standard. Okay, അതുകൊണ്ട് കൺസെന്റ് സംബന്ധിച്ചിട്ടുള്ള വ്യവഹാരങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രവർത്തനങ്ങൾ, പ്രൊസീജിയേഴ്സുകൾ, ഇതെല്ലാം ഒരു മാനദണ്ഡങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന സാറ്റിസ്ഫൈഡ് ആകുന്ന രീതിയിലുള്ള മാനദണ്ഡങ്ങൾ ആയിരിക്കണം നമ്മൾ ഓരോ കൺസെന്റിന് പിന്നിലും ഉണ്ടാകേണ്ടത്. എല്ലാ കേസുകളിലും നമുക്ക് നിയമപരമായിട്ടുള്ള വ്യാഖ്യാനം വേണം. ലീഗലായിട്ട് നമുക്ക് ഏത് കേസ് വന്നാലും ഇപ്പൊ ആ ഒരു അസോസിയേഷൻ
അവര് ഇതുപോലെ എന്താണ് നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ അതിനുള്ള പരിഹാരം കൊടുക്കുമെന്ന് അവരുടെ സ്റ്റാൻഡേർഡിൽ പറഞ്ഞിട്ടുണ്ട്. സോ അതുപോലെ എല്ലാ കൺസെന്റിലും ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് വേണം എന്നാണ് ഇവിടെ പറയുന്നത്. Then legal interruption is pragmatic. Evidence of good faith effort to inform usually found to be adequate. ഇത് അത്യാവശ്യമാണ്. ഇങ്ങനെയുള്ള ലീഗൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കൊടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഓക്കെ, ഇതിൽ അണ്ടർലൈൻ ഒന്നും ചെയ്യാനില്ല. നമ്മൾ ആ സിമ്പിൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ദെൻ ഒരു കനേഡിയൻ പ്രൊട്ടക്ഷൻ ആക്ട് അസോസിയേഷനെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഇത്ര മാത്രമേ ഉള്ളൂ. അവരുടെ അതിൽ അവര് ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും നഷ്ടപരിഹാരമൊക്കെ അവര് ചെയ്യും എന്നുള്ള രീതിയിൽ സ്റ്റാൻഡേർഡ് കൊടുത്തിട്ടുണ്ട്. വീണ്ടും പറയുന്നത് എന്താണ്, ലീഗൽ ആയിട്ട് നമ്മുടെ പേഷ്യൻസിന്റെ ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നതിന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വിവരങ്ങൾ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു മാനദണ്ഡങ്ങളായിരിക്കണം ഒരു കൺസെന്റില് രേഖപ്പെടുത്തി ഇരിക്കേണ്ടത്. ഓക്കെ, വായിച്ചു നോക്കുക കേട്ടോ. കംപ്ലീറ്റ് ചെയ്തോ പാരഗ്രാഫ്? ഓക്കെ, സോ ഇപ്പൊ നമ്മൾ നോക്കിയത് കൺസെന്റില് ഫസ്റ്റ് കൺസെപ്റ്റ് ആണ് ലീഗൽ ആയിട്ടുള്ളത്, നിയമപരമായിട്ടുള്ള വശങ്ങളാണ് നമ്മൾ നോക്കിയത്. ക്ലിയർ ആണല്ലോ ആ സെക്ഷൻ? സെക്കൻഡ് എത്തിക്കൽ. എത്തിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം, ധാർമ്മികപരമായിട്ടുള്ളത് അല്ലെ, കുറച്ചും കൂടി സൊസൈറ്റി ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളതാണ് എത്തിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ കൺസെന്റിന്റെ എത്തിക്കൽ ആയിട്ടുള്ള വശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. The ethical goal of informed consent is somewhat more conceptual and ideological, seeking to respect patient autonomy by ensuring that treatment is directed towards the ends desired and is chosen by the patient. The ethical goal of informed consent. What is more conceptual and ideological? ഇവിടെ എത്തിക്കൽ പരമായിട്ട് പറയുകയാണെങ്കിൽ കൺസെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോർ കൺസെപ്റ്റൽ ആണ്, അതുപോലെ തന്നെ എന്താണ് ഐഡിയോളജിക്കൽ ആണെന്ന്. എന്താ പറയാ, കൺസെപ്റ്റൽ ആൻഡ് ഐഡിയോളജിക്കൽ അല്ലെ, അതായത് ആശയപരമാണ് അല്ലെ, കൺസെപ്റ്റലുമാണ്, അതുപോലെ തന്നെ ഒരു പ്രത്യയശാസ്ത്രപരമാണ്, അല്ലെങ്കിൽ പ്രോപ്പർ മലയാളത്തിൽ പറയുകയാണെങ്കിൽ സീക്കിംഗ് ടു റെസ്പെക്ട് പേഷ്യന്റ് ഓട്ടോണമി അല്ലെ, പേഷ്യന്റിന്റെ ഓട്ടോണമി റെസ്പെക്ട് ചെയ്യണം. നമ്മൾ പറഞ്ഞു ഒരു പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡറിന്റെ സമ്മതത്തോട് കൂടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊസീജിയേഴ്സോ അല്ലെങ്കിൽ സർജറി പോലുള്ള പ്രൊസീജിയേഴ്സ് നമ്മൾ ചെയ്യുന്നത്. സോ അവിടെ എന്താണ് പേഷ്യന്റിന്റെ ഓട്ടോണമി, പേഷ്യന്റിന്റെ ആ ഒരു അവന്റെ ഇഷ്ടത്തോട് കൂടി അല്ലെങ്കിൽ അവന്റെ താല്പര്യത്തോട് സമ്മതത്തോട് കൂടിയിട്ടാണ് ഒരു പേഷ്യന്റിന് നമ്മൾ ട്രീറ്റ്മെന്റ്സും മറ്റു പ്രൊസീജിയേഴ്സുകളും ചെയ്യുന്നത്. Respect patient autonomy by ensuring that treatment is directed towards the ends desired and is chosen by the patient. അല്ലെ, അവന്റെ ചികിത്സ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യമുള്ള ഒരു ലക്ഷ്യത്തിലോട്ടാണ് അവനെ ചികിത്സിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ എന്താണ് രോഗി തിരഞ്ഞെടുക്കുന്നത്, പേഷ്യന്റ് തിരഞ്ഞെടുക്കുന്നത് അവനെ നമുക്ക് ബൈസ്റ്റാൻഡറിന്റെ സൈനോട് കൂടി സമ്മതത്തോട് കൂടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റ്സ് കൊടുക്കുന്നത്. In these circumstances, informed consent is indirect to shift the ethical paradigm for
decision making away from physician-centered models to more patient-centered approach. So, firstly, നമ്മൾ ഇതൊരു physician-centered models ആയിരുന്നു. പക്ഷെ അത് ഇന്ന് ചേഞ്ചസ് വന്നിട്ടുണ്ട്. കുറച്ചും കൂടി patient-centered ആയി മാറിയിരിക്കുന്നത്. കാരണം ഫിസിഷ്യന്റെ ഇമ്പോർട്ടൻസ്, ഫിസിഷ്യന്റെ ഇഷ്ടപ്രകാരം മാത്രമല്ല നമ്മൾ ഒരു പേഷ്യന്റിന് ട്രീറ്റ്മെന്റ്സ് കൊടുക്കുന്നത്. ഇപ്പോ അതിൽ നിന്നും വ്യത്യസ്തപ്പെട്ടിട്ട് അതെന്തായി പേഷ്യന്റ് സെന്റേർഡിലോട്ട് മാറി. പേഷ്യന്റ് സെന്റേർഡ് ഉദ്ദേശിക്കുന്നത് പേഷ്യൻസിന്റെ അവനെ ഡിറ്റർമിൻ ചെയ്യാന്ന്, ഈ സർജറി വേണോ അല്ലെങ്കിൽ ഈ പ്രൊസീജിയർ ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ആരാണ്? പേഷ്യന്റോ അല്ലെങ്കിൽ പേഷ്യന്റിനോട് ബൈസ്റ്റാൻഡർ ആണ്. ചിലപ്പോൾ പേഷ്യന്റിന് ടൈമില് ഡിസിഷൻ എടുക്കാനുള്ള അതിനുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല. മറിച്ച് പേഷ്യന്റിന്റെ ഏറ്റവും അടുത്തുള്ള ബൈസ്റ്റാൻഡർ ആണ്. ഇങ്ങനെ ഡോക്ടേഴ്സ് ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നു അല്ലെ, സർജറി നടക്കണം, സോ ബെനിഫിറ്റ്സുകൾ ഉണ്ട്, പിന്നെ ഇങ്ങനെ റിസ്കുകൾ ഉണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തില് അവരാണ് തീരുമാനിക്കുന്നത് ഈ പേഷ്യന്റിന് ഞങ്ങൾക്ക് ഈ ഒരു ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യണോ അല്ലെങ്കിൽ ആ പ്രൊസീജിയർ ചെയ്യണോ അല്ലെങ്കിൽ എന്താണ് മറ്റേതെങ്കിലും ഹോസ്പിറ്റൽ സെലക്ട് ചെയ്യണോ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡർ ആണ്. സോ പേഷ്യന്റ് സെന്റേർഡ് ആണ് ഇന്ന് നമ്മള് മോഡേൺ ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫിസിഷ്യന്റെ തീരുമാനങ്ങൾക്ക് പുറമെ പേഷ്യന്റിന്റെ ആ ഒരു ബൈസ്റ്റാൻഡറിന്റെ ആ ഒരു കൺസെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റ് നമുക്ക് സാധ്യമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. Then the ethics literature regarding informed consent also emphasize that is not an event but a process that precedes the signing of a document and continues for as long as the choice remains significant. So patient consent എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോട്ട് ആൻ ഇവന്റ്, ഇതൊരു ഇവന്റ് അല്ല, ബട്ട് ഒരു പ്രോസസ് ആണത് അല്ലെ. അതായത് അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് സൈനിങ് എന്നുള്ളത്. ഈ കൺസെന്റ് വായിച്ചിട്ട് സൈൻ ചെയ്യണം. കൺസെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ എഴുതിയിട്ടുണ്ടാകും. ദെൻ അത് വായിച്ച് ആ ഡോക്യുമെന്റിൽ സൈൻ ചെയ്താൽ മാത്രമേ, ജസ്റ്റ് വായിക്കുക മാത്രമല്ല, അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അത് സൈൻ ചെയ്യുക എന്നുള്ളത്. വായിച്ച് അത് തൃപ്തിപ്പെട്ട് ഞങ്ങൾ അതിൽ ഓക്കെ ആണ്, ദെൻ ആ ഒരു സമ്മതത്തോട് കൂടിയിട്ട് ബൈസ്റ്റാൻഡറിന്റെ സൈൻ ചെയ്താൽ മാത്രമേ നമ്മൾ ആ പ്രൊസീജിയർ അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. Then thus the consent to undergo dialysis or continue with the chemotherapy is continually re-evaluated and make changes. ഇനി ഡയാലിസിസ് അതുപോലെ തന്നെ കീമോതെറാപ്പി പോലുള്ള പ്രൊസീജിയേഴ്സ് സർജറി കേസസിൽ മാത്രമല്ല മറിച്ച് മറ്റ് പ്രൊസീജിയേഴ്സുകൾക്ക് നമ്മൾ എല്ലാ ട്രീറ്റ്മെന്റ്സിനും കൺസെന്റിന്റെ ആവശ്യമില്ല. ചില കേസസിൽ നമ്മൾ പറഞ്ഞു ഓറൽ ആയിട്ടുള്ള കൺസെന്റ് മതി, വാക്കാലുള്ള ഒരു സമ്മതത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെറിയ ചെറിയ പ്രൊസീജിയേഴ്സ് ആണെങ്കിൽ ചെയ്യും. പക്ഷെ ചില ട്രീറ്റ്മെന്റിന് നമ്മൾ പറഞ്ഞു എന്താണ് ലീഗൽ ആയിട്ടുള്ള ഒരു കൺസെന്റ് ആവശ്യമാണ്. സോ അതുപോലെ ഡയാലിസിസ് അതുപോലെ തന്നെ കീമോതെറാപ്പി ഒക്കെ ചെയ്യുമ്പോഴും നമ്മൾ ഈ കൺസെന്റ് ആവശ്യമാണ്. Then the consent is from should not be confused with the consent process. The form simply document that the process has taken place. ഇനി ഈ കൺസെന്റ് കൊടുക്കുന്നത് കൺഫ്യൂസ്ഡ് ആക്കുന്ന രീതിയിലായിരിക്കാൻ പാടില്ല, മറിച്ച് സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു സിമ്പിൾ ഡോക്യുമെന്റ് ആയിരിക്കണം കൺസെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരുപാട് മെഡിക്കൽ ടേംസുകളും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് എല്ലാവർക്കും ഒരുപോലെ അത് മനസ്സിലാകണമെന്നില്ല അല്ലെ. ബൈസ്റ്റാൻഡർക്ക് വായിക്കുമ്പോൾ അത് മനസ്സിലാകണമെന്നില്ല, കാരണം വലിയ മെഡിക്കൽ ടേമുകളും പ്രൊസീജിയർ ഒക്കെ എല്ലാവർക്കും അത് മനസ്സിലാവില്ല. സോ മാക്സിമം അത് കൺഫ്യൂസ്ഡ് ആക്കാത്ത രീതിയിൽ അതിന്റെ പ്രധാന സ്റ്റാൻഡേർഡ്സുകൾ അനുസരിച്ചുകൊണ്ട് മാത്രമേ ഒരു കൺസെന്റ് നമ്മൾ രൂപീകരിക്കാൻ പാടുള്ളൂ. ഇനി മേ ബി അവർക്ക് മനസ്സിലായില്ല, ബൈസ്റ്റാൻഡർക്ക് നമ്മൾ കൺസെന്റിന്റെ ഡോക്യുമെന്റ് കൊടുത്തു, ഇത് മനസ്സിലായില്ലെങ്കിൽ എന്ത് വേണം? ഫിസിഷ്യൻസ് ആയിരിക്കണം ആ ഡീറ്റെയിൽ ആയിട്ട് കൺസെന്റിൽ എന്താണോ പറയുന്ന കാര്യങ്ങൾ വിശദീകരിച്ചിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം. കാരണം ട്രീറ്റ്മെന്റ്സിന്റെ പരമായിട്ടുള്ള എല്ലാവർക്കും അത്രയും അറിവ് കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കണമെന്നില്ലല്ലോ. സോ എന്ത് വേണം? ഫിസിഷ്യൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുക. ആ ഡീറ്റെയിൽ പറഞ്ഞത് മനസ്സിലാക്കിയിട്ട് വേണം ആള് ഡോക്യുമെന്റിൽ സൈൻ ചെയ്ത് കൊടുക്കുക. Then importantly, other parts of the patient report, example, clinic and or operative notes, should corroborate details of the process. എന്താണ് പറയുന്നത്? അതായത് ഇപ്പോൾ ചികിത്സ അതുപോലെ തന്നെ പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റ്സ് അതുപോലെ ഓപ്പറേറ്റീവ് നോട്ട്സ് വെച്ചിട്ടുണ്ടെങ്കിൽ കുറിപ്പുകൾ, പ്രവർത്തനങ്ങൾ, ആ ട്രീറ്റ്മെന്റ്സ് കൊടുക്കുന്ന ഡീറ്റെയിൽസുകൾ, കാര്യങ്ങൾ ഇതെല്ലാം കൃത്യമായിട്ട് അതിൽ ക്രമീകരിക്കണം എന്ന്. അതായത് ഈ കൺസെന്റില് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ക്ലിനിക്സുകൾ, ട്രീറ്റ്മെന്റ്സ് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്, അത് കൃത്യമായിട്ടുള്ള ഒരു പ്രോസസ്സും കാര്യങ്ങളും നമ്മൾ കൺസെന്റില് തയ്യാറാക്കി വെക്കണം. കാരണം അത് ഡീറ്റെയിൽ ആയിട്ട് ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്, അത് ചെയ്താലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്, ആ പ്രോസസ്സുകൾ അത് ഡീറ്റെയിൽ ആയിട്ട് അത് കൺഫ്യൂസ്ഡ് ഇല്ലാത്ത രീതിയിൽ സിമ്പിൾ ആയിട്ട് വേണം നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുക. Okay,
ഇതാണ് കൺസെന്റിലെ എത്തിക്കൽ ആയിട്ടുള്ള വശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ധാർമ്മികപരമായിട്ടുള്ളത്, നിയമപരമായിട്ടുള്ളതല്ല, അല്ലാതെ തന്നെ പേഷ്യൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് അവരുടെ എന്താ പറയാ അവനെ നല്ലൊരു രീതിയിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, പേഷ്യൻസിന് ആ ഒരു ലക്ഷ്യത്തിലോട്ട് എത്തിക്കാൻ, ചികിത്സ ആവശ്യമായിട്ടുള്ള എന്താണ് അവന് വേണ്ട ചികിത്സ, ആ ഒരു ചികിത്സയിലോട്ട് എത്തിക്കാൻ വേണ്ടുന്ന കാര്യങ്ങളാണ് എത്തിക്കൽ ആസ്പെക്ട്സിൽ പറയുന്നത്. ഓക്കെ, വായിച്ചു നോക്കുക കേട്ടോ. എത്തിക്കൽ വായിച്ചൊന്ന് മനസ്സിലാക്കാം, 1-2 പ്രാവശ്യം വായിക്കണം. കാരണം ജസ്റ്റ് ഒരു പ്രാവശ്യം കൊണ്ട് വായിച്ചാൽ അത് മനസ്സിലാകില്ല, സെന്റൻസുകൾ അങ്ങനെയാണ് തന്നിരിക്കുന്നത്. സോ വായിച്ച് നിങ്ങളുടേതായ രീതിയിൽ അതിനൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അണ്ടർലൈൻ ചെയ്ത് പഠിക്കുക. ബൈ ഹാർട്ട് ഒന്നും പഠിക്കാൻ പറ്റുന്ന ഒരു സെക്ഷൻ അല്ല അത്. 3 ആസ്പെക്ട്സുകൾ ഇച്ചിരി മനസ്സിരുത്തി തന്നെ വായിച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാകുള്ളൂ. വായിച്ചു നോക്കുക കേട്ടോ. എത്തിക്കല് കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, ഇനി 3-ാമത്തെ ആസ്പെക്ട് നോക്കാം. അഡ്മിനിസ്ട്രേറ്റീവ്, ഭരണപരമായിട്ട് കൺസെന്റിന്റെ ആവശ്യകത അല്ലെ. ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിനും കൂടി നമ്മൾ കൺസെന്റ് ആവശ്യമാണ്. നോക്കാം. For the purpose of compliance, the informed consent document meets the administrative purpose of a system level check to ensure that a consent process has occurred. എന്താണ് പറയുന്നത്? അതായത് കൺസെന്റ് പ്രക്രിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിസ്റ്റം ബേസ്ഡ് ആണ് അല്ലെ, സിസ്റ്റം ബേസ്ഡ് ആയിട്ടാണ് ഈ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. Then patients simply do not advance to the operating room, for example, without signed consent form. അല്ലേ, അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഒരു പേഷ്യന്റിനെ നമ്മൾ ഓപ്പറേറ്റിംഗ് റൂമിലോട്ട് പ്രവേശിപ്പിക്കണമെങ്കിൽ, അതായത് ഒരു സർജറിക്ക് വേണ്ടിയിട്ട് ഓപ്പറേറ്റിംഗ് റൂമിൽ പ്രവേശിപ്പിക്കണമെങ്കിൽ ഈ കൺസെന്റ് സൈൻ ആവശ്യമാണ്. സൈൻ ഇല്ലാതെ നമുക്ക് പേഷ്യന്റിനെ ഓപ്പറേഷൻ റൂമിലോട്ട് പ്രവേശിപ്പിക്കാൻ സാധിക്കില്ല. Then unfortunately, pressures for efficient workflow may shift the focus of the informed consent process from robust conversation to the basic requirement of a getting signature. അതായത് പറയുന്നത്, നമ്മൾ പറഞ്ഞു ഒരു പേഷ്യന്റിന് ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ മറ്റു സർജറിക്ക് വിധേയമാകണമെങ്കിൽ കൺസെന്റ് ആവശ്യമാണ്. ഈ കൺസെന്റ് ഇല്ലാതെ പേഷ്യന്റിന് നമ്മൾ ഓപ്പറേഷൻ റൂമിൽ സ്വീകരിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ പ്രവേശിപ്പിക്കില്ല. Then unfortunately, ഇനിയിപ്പോ പേഷ്യന്റിന് നിർഭാഗ്യവശാൽ പേഷ്യന്റിന് നമുക്ക് സർജറി ചെയ്യണം, പക്ഷെ കൺസെന്റ് കിട്ടിയിട്ടില്ല. അപ്പോ ഡോക്ടേഴ്സ് എന്ത് ചെയ്യും? പേഷ്യൻസിന്റെ ബൈസ്റ്റാൻഡറോട് ഒരു ശക്തമായിട്ടുള്ള രീതിയിൽ, റോബസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്,
ശക്തമായിട്ടുള്ള രീതിയിൽ ഒരു കോൺവെർസേഷൻ നടത്തേണ്ടതായിട്ട് വരുന്നു. അതായത് നമ്മൾ ഇങ്ങനെ പ്രൊസീജിയർ ചെയ്യണം, സർജറി എത്രയും പെട്ടെന്ന് വേണം, അല്ലെങ്കിൽ ചിലപ്പോൾ കോംപ്ലിക്കേഷൻ ആണ് എന്നുള്ള പല രീതിയിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതായിട്ട് വരും ഈ കൺസെന്റ് ലഭിക്കണമെങ്കിൽ. കാരണം അവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ എല്ലാവർക്കും തന്നെ മെഡിക്കൽ പരമായിട്ടുള്ള അറിവുകളോ അല്ലെങ്കിൽ അങ്ങനെ ഓരോ പ്രൊസീജിയറിനെ കൊണ്ടുള്ള കാര്യങ്ങളോ വിവരങ്ങളെ കുറിച്ചിട്ട് ഡീറ്റെയിൽസ് ഒന്നും അറിയുന്നുണ്ടായിരിക്കില്ല. സോ പേഷ്യന്റിനോട് ഈ ഒരു നമ്മുടെ ഫിസിഷ്യൻസും എന്ത് വേണം, നല്ല രീതിയിൽ ശക്തമായിട്ടുള്ള രീതിയിൽ കോൺവെർസേഷൻ നടത്തേണ്ടതായിട്ട് വരും. ഇങ്ങനെയാണ് ഇതിന്റെ ബെനിഫിറ്റ്സുകൾ, ഇങ്ങനെ ചെയ്താൽ ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എന്താണ് പെട്ടെന്ന് തന്നെ നമുക്ക് സർജറി ആവശ്യമാണ് എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം അവരിൽ നിന്ന് സൈൻ വാങ്ങിക്കാനായിട്ട്, അല്ലെ? അപ്പം അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു നല്ല രീതിയിലുള്ള കോൺവെർസേഷൻ അവിടെ വേണ്ടി വന്നേക്കാം. സോ ആ ടൈമില് എഫിഷ്യന്റ് വർക്ക് ഫ്ലോ ചിലപ്പോൾ ലാഗ് ആവാൻ ചാൻസ് ഉണ്ടെന്ന്. കാരണം ഈ നമ്മളിപ്പോ ചില പേഷ്യന്റ് നമ്മൾ പറയില്ലേ, എത്രയും പെട്ടെന്ന് ചികിത്സ ട്രീറ്റ്മെന്റ് കിട്ടിയാൽ ആള് ചിലപ്പോൾ പെട്ടെന്ന് ബെറ്റർ ആയിട്ട് കിട്ടും, അല്ലെ? അപ്പോ ഇങ്ങനെയുള്ളൊരു ലാഗിങ്ങും അതിന്റെ ഇടയിൽ സംഭവിക്കാവുന്ന ഇങ്ങനെയുള്ള കൺസെന്റിന്റെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ, ഇപ്പൊ നമ്മളോടാണെങ്കിൽ പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡറോട് പറഞ്ഞ് മനസ്സിലാക്കണം. എന്നിട്ടാണ് ആൾക്കത് മനസ്സിലായിട്ട് ആൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, കൺസെന്റിൽ സൈൻ ചെയ്യുള്ളൂ. ഈ സൈൻ ചെയ്താൽ മാത്രമേ നമ്മൾ പേഷ്യന്റിനെ ഓപ്പറേഷൻ റൂമിലോട്ട് പ്രവേശിപ്പിച്ച് ആ ഒരു ഓപ്പറേഷൻസും സർജറിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഓക്കെ, അതാണ് ആ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഒരു സർജറിക്ക് പ്രവേശിപ്പിക്കുന്നതിന് മുൻപായിട്ട് എന്ത് വേണം? സൈൻ ആവശ്യമാണ്. Then, although legal and ethical debates persist, most stakeholders in the informed consent process agree on the least 4 basic elements for discussion of informed consent. Informed consent പ്രധാനമായിട്ടും 4 ബേസിക് എലമെന്റ്സുകൾ, അല്ലെ? 4 അടിസ്ഥാന എലമെന്റ്സുകൾ അല്ലെങ്കിൽ അടിസ്ഥാന ഘടകങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കുക. അവിടെ നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ്, ദ ഡിസിഷൻ മേക്കർ, തീരുമാനം എടുക്കുന്ന ആളെ കുറിച്ചാണ്. ദാറ്റ് ഈസ് ദ പേഷ്യന്റ് ഓർ സറോഗേറ്റ്സ്. ഒന്നില്ലെങ്കിൽ പേഷ്യന്റ് ആവാം, അല്ലെങ്കിൽ സറോഗേറ്റ്സ്, പേഷ്യന്റിന്റെ കൂടെ നിൽക്കുന്ന ആള്, അല്ലെ? അവരായിരിക്കും തീരുമാനമെടുക്കുന്നത്. ഷുഡ് ഹാവ് ദി കപ്പാസിറ്റി ടു മേക്ക് ഡിസിഷൻ. അവർക്ക് തീരുമാനമെടുക്കാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. ഈ കാര്യങ്ങളൊക്കെ വായിച്ച് കൺസെന്റ് ഒക്കെ വായിച്ചതിന് ശേഷം അത് ചെയ്യാനായിട്ടുള്ള ആ ഒരു കഴിവ്, മീൻസ് ഇതൊരു സ്റ്റാർട്ട് ചെയ്യണോ, ട്രീറ്റ്മെന്റ് തുടങ്ങണോ വേണ്ടിയോ എന്നുള്ള ഒരു തീരുമാനം എടുക്കാനുള്ള കഴിവ് ഡിസിഷൻ മേക്കറിന് ഉണ്ടായിരിക്കണം. അപ്പൊ ഡിസിഷൻ മേക്കർ ആണ് ഒന്നാമത്തെ എലമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. രണ്ടാമത്തെ എലമെന്റ്, ദ ഫിസിഷ്യൻ ഷുഡ് ഡിസ്ക്ലോസ് സഫിഷ്യന്റ് ഡീറ്റെയിൽസ് ഫോർ ദ ഡിസിഷൻ മേക്കർ ടു ആർ ഇൻഫോംഡ് ചോയ്സ്. ഫിസിഷ്യൻ ആണ് രണ്ടാമത്തെ എലമെന്റ്. ഡിസിഷൻ എന്ത് വേണം? സഫിഷ്യന്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഡിസിഷൻ മേക്കറിന് പറഞ്ഞു കൊടുക്കണം. അതായത് ബൈസ്റ്റാൻഡർക്ക് നമ്മളുടെ ട്രീറ്റ്മെന്റ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഫിസിഷ്യൻസ് പറഞ്ഞു കൊടുക്കുക. ദെൻ ഇനി മൂന്നാമതായിട്ട് പറയുന്ന എലമെന്റ്, ദ ഡിസിഷൻ മേക്കർ ഷുഡ് ഷോ ഹിസ് ഓർ ഹെർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഡിസ്ക്ലോസ്ഡ് ഇൻഫോർമേഷൻ. അല്ലെ? അതായത് അവനത് മനസ്സിലാക്കണം. ഇത് വായിച്ച് കൺസെന്റിൽ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ, എന്താണ് അതിനെ കുറിച്ചുള്ള ഒരു ധാരണ കാണിക്കണം. കാരണം അവന്റെ അഭിപ്രായം എന്താണോ അത് ഡോക്ടറോട് തുറന്നു പറയുക. നാലാമത്തത്, ഫോർത്ത് എലമെന്റ്സ് പറയുന്നത്, ദ ഡിസിഷൻ മേക്കർ ഷുഡ് ഫ്രീലി ഓതറൈസ് ദ ട്രീറ്റ്മെന്റ് പ്ലാൻ. അതുപോലെ തന്നെ എന്താണ്, ചികിത്സക്കായിട്ട് അംഗീകാരം നൽകണം. ഇത് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തോ എന്നുള്ള അവന് ഒരു അംഗീകാരം നൽകണം, ദെൻ സൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോ ഈ ഒരു 4 എലമെന്റ്സ് ആണ് പേഷ്യന്റ് കൺസെന്റിൽ പറയുന്നത്. പ്രധാനമായിട്ടും പറയുന്ന 4 എലമെന്റ്സുകൾ. ഓക്കെ, ദെൻ in current clinical practice, these 4 elements translate into 5 components. ഇപ്പോ കറന്റ് ക്ലിനിക്കല് ഇന്നത്തെ രീതിയിൽ ഇത് 4 എലമെന്റ്സ് എന്നുള്ളത് 5 components ആയിട്ട് മാറിയിരിക്കുകയാണെന്ന് 5 componentsകളായിട്ട് പറയുന്നു. That should be included in a discussion seeking to obtain informed consent. ഇപ്പോ 4 എന്നുള്ള ഈ എലമെന്റ്സിനെ നമ്മൾ 5 ആയിട്ടാണ് ഇപ്പോ ഇതിനെ പറയുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഡയഗ്നോസിസ്, അല്ലെ? രോഗനിർണയം. ദ പ്രൊപ്പോസ്ഡ് ട്രീറ്റ്മെന്റ്, ചികിത്സ നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇതര ചികിത്സ മറ്റു രീതികൾ ഏതൊക്കെയാണ്. അറ്റൻഡന്റ് റിസ്ക് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് ദ ട്രീറ്റ്മെന്റ്, ട്രീറ്റ്മെന്റിന്റെ റിസ്കുകൾ എന്തൊക്കെയാണ്, ബെനിഫിറ്റ്സുകൾ ഏതൊക്കെയാണ്. ഓൾട്ടർനേറ്റീവ് ട്രീറ്റ്മെന്റ്സ് ആൻഡ് ദെയർ റിസ്ക് ആൻഡ് ബെനിഫിറ്റ്സ്. ഇനി ഓൾട്ടർനേറ്റീവ് ട്രീറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റിതര ചികിത്സകളും അതിന്റെ റിസ്കുകള് ബെനിഫിറ്റ്സുകൾ. ആൻഡ് ദ റിസ്ക് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് ഡിക്ലൈനിങ് ട്രീറ്റ്മെന്റ്. ഡിക്ലൈനിങ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ചികിത്സ കുറഞ്ഞാലുള്ള അതിന്റെ അപകട സാധ്യതകൾ എന്തൊക്കെയാണ്.
അപ്പൊ ചികിത്സ ചെയ്യേണ്ട സമയത്ത് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണ്? ഇനി മേ ബി അത് ട്രീറ്റ്മെന്റ് ചെയ്തില്ല എങ്കിൽ എന്ത് സംഭവിക്കാം, അതിന്റെ റിസ്കുകൾ എന്തൊക്കെയാണ്? ഇത്രയുമാണ് 5 കോമ്പോണൻസ് ആയിട്ട് കൺസെന്റിൽ പറയുന്നത്. ഓക്കെ, ഈ 4 കോമ്പോണൻസുകൾ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേട്ടോ. 4 എലമെന്റ്സുകൾ സെക്കൻഡ് പാരഗ്രാഫില് 4 എലമെന്റ്സുകൾ ഉണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കോട്ടോ. എലമെന്റ്സുകൾ ഒന്ന് വായിച്ചു നോക്കുക. അഡ്മിനിസ്ട്രേറ്റീവ് വായിക്കുക, എലമെന്റ്സുകൾ അണ്ടർലൈൻ ചെയ്യണം, എന്നിട്ട് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. മനസ്സിലാക്കി വായിക്കാം. വായിച്ചെല്ലാവരും വായിച്ച് കംപ്ലീറ്റ് ചെയ്യുക, മനസ്സിലാക്കി വായിക്കുക. ഓക്കെ, ഇപ്പൊ നമ്മള് 3 ആസ്പെക്ട്സുകൾ നോക്കി. കൺസെന്റിന്റെ ലീഗൽ ആയിട്ടുള്ള വശങ്ങൾ എന്തൊക്കെയാണ്, എത്തിക്കൽ ആയിട്ടുള്ള വശങ്ങള്, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ്. ഈ 3 സെക്ഷൻ ഇച്ചിരി വായിച്ചാലും പെട്ടെന്ന് എളുപ്പം കിട്ടുന്ന ഒന്നല്ല. ജസ്റ്റ് വായിച്ച് നിങ്ങളുടേതായ രീതിയിൽ മനസ്സിലാക്കാം. 1-2 പ്രാവശ്യം വായിക്കണം, എങ്കിലും അതിന്റെ അർത്ഥം മനസ്സിലാക്കാനായിട്ട് സാധിക്കൂ. സോ നന്നായിട്ട് വായിക്കുക. Then ഇനി നെക്സ്റ്റ് വൺ, why is informed consent important in health care? ഹെൽത്ത് കെയറില് ഈ ഇൻഫോംഡ് കൺസെന്റിന്റെ പ്രാധാന്യം എന്താണ്? ഈ ഒരു കൺസെന്റിൽ ഇപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചു കൺസെന്റിനെ കുറിച്ച്. ട്രീറ്റ്മെന്റ്സിന് ആവശ്യമാണ്, പേഷ്യൻസിന് ബൈസ്റ്റാൻഡർക്കൊക്കെ അത് അറിഞ്ഞിരിക്കണം, അല്ലെ? ട്രീറ്റ്മെന്റ്സ് കൊടുക്കുന്നത് എന്താണ്, ഇതിനെ കുറിച്ച് അറിവുണ്ടായിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇവിടെ പറയുന്നത് ഒരു ഹെൽത്ത് കെയറില് ഇങ്ങനെ ഒരു കൺസെന്റിന് പ്രാധാന്യം ഉണ്ടോ ഇല്ലയോ എന്നാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കൺസെന്റിന് ഇമ്പോർട്ടന്റ് ഉണ്ടോ, പ്രാധാന്യം ഉണ്ടോ, അല്ലെങ്കിൽ കൺസെന്റ് എന്നുള്ളൊരു ആവശ്യമുണ്ടോ നമുക്ക്? ഉണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണ് നിങ്ങൾ അതിന് പ്രാധാന്യം ഉണ്ട് എന്ന് പറയുന്നത്? എന്തുകൊണ്ടായിരിക്കാം? ആൻസർ പറയാട്ടോ. കമന്റ് ചെയ്യണേ ആൻസറുകൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ പറഞ്ഞോളൂ. ടെക്സ്റ്റ് ബുക്ക് ആരും നോക്കണ്ട. ടെക്സ്റ്റിലുള്ള എന്താ പറയാ, ടെക്സ്റ്റിലുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചോദിക്കുന്നത്, മറിച്ച് നിങ്ങളുടെ അഭിപ്രായമാണ്. കൺസെന്റ് എന്നുള്ളൊരു ആശയം അല്ലെങ്കിൽ കൺസെന്റിന്റെ ആവശ്യമുണ്ടോ ഇങ്ങനെ പ്രൊസീജിയർ ചെയ്യണമെങ്കിൽ? ഓക്കെ, ഇനി പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ലീഗലായിട്ട് പോകാം. ഓക്കെ, വേറെ എന്തൊക്കെയാണ്? ഹോസ്പിറ്റലിനും പേഷ്യന്റിനും അതിന്റെ ആവശ്യകത ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. രണ്ടിനും കൂടിയുള്ള ആൻസർ പറഞ്ഞോളൂ. വേറൊന്നുമില്ല, ഒരു അഭിപ്രായവും എല്ലാവർക്കും കൺസെന്റ് ഒന്നും വേണ്ട, ഡോക്ടറും നഴ്സസും അവർക്ക് ഇഷ്ടമുള്ള പോലെ ട്രീറ്റ്മെന്റ്സ് കാര്യങ്ങളും ചെയ്തോട്ടെ,
ഫാമിലിക്ക് ക്ലിയർ ഫാമിലിക്ക് മനസ്സിലാക്കി കൊടുക്കും അല്ലെ, എന്തൊക്കെയാണ് ട്രീറ്റ്മെന്റ്സ് ചെയ്യാൻ പോകുന്നത്, ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, വേറെ ആർക്കും ഒരു പോയിന്റ്സും ഇല്ലേ? അല്ലെങ്കിൽ ക്ലാസ്സിൽ ഉണ്ടോ എല്ലാവരും? ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ വന്ന് ഉറപ്പാണ് എല്ലാവരും? ക്ലാസ്സിൽ കേൾക്കുന്നുണ്ടോ? അവിടെ ഉണ്ടോ എല്ലാവരും? കൺസെന്റിനെ കുറിച്ച് 2 ദിവസങ്ങളായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ, 2 ക്ലാസ്സുകൾ കഴിഞ്ഞു കൺസെന്റിനെ കുറിച്ച് പറയുന്നത്. ഇങ്ങനെ ഞാൻ അല്ലെ ഒരാളുടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു കൺസെന്റ് എന്ന് പറഞ്ഞോണ്ട്. നിങ്ങൾക്ക് ഒരു അഭിപ്രായവും ഇല്ല അതിനെ കുറിച്ച്? പറഞ്ഞോളൂട്ട്, എല്ലാവരുടെ അഭിപ്രായങ്ങൾ പറയണേ. തെറ്റിപ്പോണെന്ന് വിചാരിക്കേണ്ട ആരും നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ പറഞ്ഞോളൂ, നിങ്ങളുടെ ഭാഷയിൽ തന്നെ പറഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല, ഒരാവശ്യകത ഇല്ല. 1-2 പോയിന്റ്സുകൾ പറഞ്ഞു, ബാക്കി ഇനിയുണ്ട് പോയിന്റ്സുകൾ, പറഞ്ഞോളൂ. നിങ്ങൾ ചിലപ്പോൾ തെറ്റിപ്പോകുന്നു വിചാരിച്ചിട്ടാണോ പറയാതിരിക്കുന്നത്? കൺസെന്റിന്റെ ആവശ്യമുണ്ടോ ഇല്ലയോ? അത്രേ ഉള്ളൂ പോയിന്റ്സുകൾ, കഴിഞ്ഞോ പോയിന്റ്സുകൾ? ഇനി അഭിപ്രായമൊന്നും ഇല്ല ആർക്കും? ടീച്ചർ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞോ, ഞങ്ങൾ കേട്ടോളാം എന്നാണോ പറയുന്നത്? അല്ലെ, മിസ് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞോളൂ, ഞങ്ങൾ കേട്ടോളാം, ഞങ്ങൾക്ക് വലിയ അഭിപ്രായങ്ങളൊന്നും ഇല്ല, അങ്ങനെയാണോ? ഓക്കെ, നമുക്ക് ഇനി വായിച്ചു നോക്കാം. വൈ ഇസ് ഇൻഫോം കുറച്ച് പേര് കമ്മിങ് പറയുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് ലീഗൽ തെളിവാണ്. ഓക്കെ, എന്തെങ്കിലും മേ ബി പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് കൺസെന്റ് ഒരു തെളിവായിട്ട് എടുക്കാം. കുറച്ച് പേർക്ക് ആശയങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. മറ്റേ ട്യൂബ് ലൈറ്റ് പോലെ ചെറുതായിട്ട് അല്ലെ, കുറച്ച് കഴിഞ്ഞിട്ട് ആശയങ്ങൾ വരുന്നുള്ളൂ. ഓക്കെ, നമുക്കൊന്ന് വായിക്കാം, ശ്രദ്ധിക്കാം കേട്ടോ. ടെക്സ്റ്റില് വൈ ഈസ് ഇൻഫോംഡ് കൺസെന്റ് ഇമ്പോർട്ടന്റ് ഇൻ ഹെൽത്ത് കെയർ? ഹെൽത്ത് കെയറില് അല്ലെങ്കിൽ ഹോസ്പിറ്റലില് ഈ കൺസെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഇൻഫോംഡ് കൺസെന്റ് ക്രിയേറ്റ്സ് ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ, ട്യൂബ് ലൈറ്റ് ഒന്നും അല്ല, നിങ്ങൾക്ക് ആശയങ്ങളൊക്കെ വരുന്നുണ്ട്. ചിലപ്പോ പറയാനായിട്ടുള്ള ഒരു പേടി കൊണ്ടായിരിക്കുമല്ലോ നിങ്ങൾ പറയാത്തത്. ഞാൻ പറഞ്ഞ തെറ്റിപ്പോകുമോ എന്നായിരിക്കോ? ഓക്കെ, ഇൻഫോംഡ് കൺസെന്റ് ക്രിയേറ്റ്സ് ട്രസ്റ്റ് ബിറ്റ്വീൻ ഡോക്ടർ. ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ടൈപ്പ് ചെയ്ത് ഇവിടെ എത്താനായിട്ടുള്ള ഒരു ടൈമാണ്. ഓക്കെ, ഇൻഫോംഡ് കൺസെന്റ് ക്രിയേറ്റ്സ് ട്രസ്റ്റ് ബിറ്റ്വീൻ ഡോക്ടർ ആൻഡ് പേഷ്യന്റ് ബൈ എൻഷുറിംഗ് ഗുഡ് അണ്ടർസ്റ്റാൻഡിംഗ്. അണ്ടർലൈൻ ചെയ്യാം. ഇൻഫോംഡ് കൺസെന്റ് ക്രിയേറ്റ്സ് ട്രസ്റ്റ് ബിറ്റ്വീൻ ഡോക്ടർ ആൻഡ് പേഷ്യന്റ്. ഡോക്ടറും പേഷ്യന്റും തമ്മിലുള്ള ഒരു വിശ്വാസം, ഒരു ട്രസ്റ്റ് അവിടെ സൃഷ്ടിക്കുകയാണെന്ന് അല്ലെ. ഡോക്ടർ നമ്മളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് അല്ലെ, അപ്പൊ നമുക്കൊരു വിശ്വാസമാണ്. ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, ട്രീറ്റ്മെന്റ് ചെയ്താൽ ഓക്കെ ആകും. ആ ഒരു വിശ്വാസത്തിന്റെ പുറത്തായിരിക്കും ചിലപ്പോ ആ ബൈസ്റ്റാൻഡർ കൺസെന്റിൽ സൈൻ ചെയ്ത് കൊടുക്കുന്നത് അല്ലേ? ആണോ? ഒരു ഡോക്ടർ നമ്മളോട് പറയാണ്, നമ്മളുടെ പേഷ്യന്റ്, നമ്മുടെ റിലേറ്റീവ്സ് ആരെങ്കിലും കിടക്കുകയാണ്, അപ്പൊ ഇങ്ങനെ പ്രൊസീജിയർ ഒക്കെ ചെയ്യണം അല്ലെ, ഇങ്ങനെ ചെയ്താലും നമുക്ക് ആളെ രക്ഷിക്കാൻ പറ്റുള്ളൂ, എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് വേണം. നമ്മൾ ആ ഒരു ഡോക്ടറിലല്ലേ നമ്മളുടെ വിശ്വാസം ഇരിക്കുന്നത്? ആണോ? ആ ഒരു ഡോക്ടറിലല്ലേ നമ്മളുടെ വിശ്വാസം അല്ലെ? നമ്മൾ ആ ഒരു ജീവൻ ആ ഡോക്ടറിലാണ് നമ്മളുടെ വിശ്വാസം. സോ ഡോക്ടറും പേഷ്യന്റും തമ്മിലുള്ള ഒരു വിശ്വാസം, ഈ ഒരു കൺസെന്റ് തമ്മിലുള്ള ഒരു വിശ്വാസം സൃഷ്ടിക്കുന്നു. Then it also reduce the risk for both patient and doctor. അതുപോലെ തന്നെ പേഷ്യന്റിനും ഡോക്ടറിനുമുള്ള റിസ്ക് കുറയ്ക്കുന്നു. എന്താ റിസ്ക് കുറയ്ക്കാന്ന് പറഞ്ഞാല്, അതായത് ഡോക്ടറിനാണെങ്കിൽ സമ്മതത്തോടു കൂടി ചെയ്യുന്നതാണ് ട്രീറ്റ്മെന്റ്സുകൾ അല്ലെ. പേഷ്യൻസിന്റെ ബൈസ്റ്റാൻഡർക്ക് സമ്മതത്തോടു കൂടി ചെയ്യുമ്പോൾ ഡോക്ടറിനും റിസ്ക് ഇല്ല. കാരണം എന്താണ്, നമ്മൾ ഓൾറെഡി അവരുടെ സമ്മതപത്രം വാങ്ങിച്ചു, സൈൻ ചെയ്തിട്ടാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. സോ ഡോക്ടറുടെ മാത്രം ഉത്തരവാദിത്വത്തോടു കൂടി മാത്രമല്ല ചെയ്യുന്നത്. സോ ഡോക്ടറിനും റിസ്ക് ഇല്ല, പേഷ്യന്റിനും റിസ്ക് ഇല്ല. With excellent communication about risk and options, patients can make choices which are best for them and physicians face less risk of legal action. അല്ലെ, അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് എന്താണ്, റിസ്കുകളെ കുറിച്ചിട്ടുള്ള അല്ലെ, ഈ ട്രീറ്റ്മെന്റ്സിന്റെ റിസ്കുകളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങള് ഒരു കമ്മ്യൂണിക്കേഷൻസിലൂടെ രോഗിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ പേഷ്യൻസിനോ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ബൈസ്റ്റാൻഡർക്കോ ഓപ്ഷൻ അവന് തന്നെ മികച്ച ബെസ്റ്റ് ഫോർ ദം ആൻഡ് അവർക്ക് തന്നെ തിരഞ്ഞെടുക്കാവുന്ന ഏത് ഓപ്ഷൻ വേണം, ഇത് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണോ, കണ്ടിന്യൂ ചെയ്യണോ, അല്ലെങ്കിൽ ഇപ്പൊ സർജറി ആണെന്നെങ്കിൽ പറഞ്ഞത് സർജറി അല്ലാത്ത രീതിയിൽ മറ്റ് പ്രൊസീജിയറിലൂടെ അത് ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യണോ എന്ന് അവർക്ക് തന്നെ തീരുമാനമെടുക്കാവുന്നത്. അതുപോലെ തന്നെ എന്താണ്, റിസ്ക് മീൻസ് ലീഗൽ ആയിട്ടുള്ള റിസ്കുകൾ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നു. ഓക്കെ, രണ്ടുപേരും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുന്നുണ്ട് അല്ലെ. ബെനിഫിറ്റ്സ് റിസ്ക് ഒക്കെ പറഞ്ഞിട്ട് അവന് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അവന്റെ ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നത്.
മീൻസ് പേഷ്യന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ബൈസ്റ്റാൻഡറിന്റെ ഓപ്ഷൻ ആണ് തിരഞ്ഞെടുക്കുന്നത്. സോ ലീഗൽ ആയിട്ടുള്ള റിസ്കുകൾ നമുക്ക് പരമാവധി ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, ആ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിക്കുക. അതില് ഫസ്റ്റ് സെന്റൻസ് ആണ് നമ്മൾ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ ഫസ്റ്റ് പാരഗ്രാഫ്? നോക്കാം. No one can guarantee positive outcomes in healthcare settings, but informed consent at least ensure patients understand the risk they undertake with the treatment. അല്ലെ, നമുക്കറിയാം ഹെൽത്ത് കെയർ സെറ്റിംഗ്സില്, ആരോഗ്യ സംരക്ഷണത്തില് എല്ലാവർക്കും അല്ലെ, മീൻസ് അവർക്ക് ആരോഗ്യ സംരക്ഷണത്തില് പോസിറ്റീവ് ആയിട്ടുള്ള ഫലങ്ങൾ മാത്രം ആർക്കും പറയാനായിട്ട് സാധിക്കില്ല. അല്ലെ, ഇപ്പൊ ഡോക്ടേഴ്സ് ആണെങ്കിലും പറയും പോസിറ്റീവ് ആണ് പറയുന്നത് എങ്കിലും നമ്മൾ പറയും എല്ലാം എന്താ പറയാ, ഒരു പ്രാർത്ഥനയുടെയും ദൈവത്തിന്റെ ഒരു ഇതുണ്ടെന്ന് പറയും അല്ലെ. ചിലപ്പോൾ മിറാക്കിളായിട്ട് പല കാര്യങ്ങളും സംഭവിക്കാം. ചിലപ്പോ മാക്സിമം ഡോക്ടേഴ്സ് നോക്കിയിട്ട് ട്രീറ്റ്മെന്റ്സിന് ചിലപ്പോൾ ഫലമില്ലാതെ വരാം അല്ലെ. സോ ഇവിടെ പറയുന്നത് നോ വൺ ഗ്യാരണ്ടി, ഒരിക്കലും പോസിറ്റീവ് ആയിട്ടുള്ള ഔട്ട്കം മാത്രം ലഭിക്കുമെന്ന് ഒരു ഹെൽത്ത് കെയർ സെറ്റിംഗ്സ് ഗ്യാരണ്ടി പറയുന്നില്ല. മാക്സിമം അവർക്ക് പറ്റുന്ന രീതിയിൽ ശ്രമിക്കും അല്ലെ. അങ്ങനെയല്ലേ പറയാറ് ഡോക്ടേഴ്സ്. ഇപ്പൊ ക്രിട്ടിക്കൽ സ്റ്റേജിലൊക്കെ ഉള്ള പേഷ്യൻസിനാണെങ്കിൽ അവർ എന്ത് പറയും, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് മാക്സിമം ശ്രമിക്കുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുക, ചിലപ്പോ എന്തെങ്കിലും മിറാക്കിൾ സംഭവിക്കാം അല്ലെ. സോ പോസിറ്റീവ് ആയിട്ടുള്ള ഔട്ട്കംസ് മാത്രമല്ല നമ്മൾ ഒരു ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ പ്രതീക്ഷിക്കുന്നത്. But informed consent at least ensure patient understand the risk they undertaken with the treatment. പക്ഷെ നമ്മൾ ഈ കൺസെന്റില്ല, ഇൻഫോംഡ് കൺസെന്റ് കൊടുക്കുമ്പോൾ പേഷ്യൻസിന് വന്നേക്കാവുന്ന റിസ്കുകൾ കൂടി നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് ആ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു ബെനിഫിറ്റ്സ് പറഞ്ഞിട്ടുണ്ടാകും, അതുപോലെ തന്നെ ഇനി ആ ട്രീറ്റ്മെന്റ് എടുത്താൽ ഉണ്ടാകുന്ന ചിലപ്പോൾ റിസ്കുകൾ ഉണ്ടായിരിക്കാം, ഫ്യൂച്ചറിൽ ചിലപ്പോൾ റിസ്ക് വരാമെന്ന് പറയും. സോ ഇങ്ങനെയുള്ള റിസ്കുകളെയും കൂടി മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഒരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. Then it is also the law when patient agree to a treatment, they must sign paperwork indicating they understand risk and agree doctors can take specific life-saving measures if needed. അല്ലെ, ഞാൻ ഇവിടെ പറയുന്നത് എന്താണ്, രോഗി അല്ലെ, നമ്മൾ ആ ഒരു പേഷ്യന്റിന് ട്രീറ്റ്മെന്റിന് വേണ്ടി നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മൾ എന്ത് വേണം, അതിൽ നമ്മൾ സൈൻ ചെയ്യും, കൺസെന്റിൽ സൈൻ ചെയ്തിരിക്കണം. ആവശ്യമെങ്കിൽ ഡോക്ടേഴ്സ് എന്ത് വേണം, ജീവരക്ഷാ നടപടികളും കൂടി സ്വീകരിക്കാമെന്ന് അതിൽ സമ്മതിക്കണം. കാരണം മേ ബി പെട്ടെന്ന് എന്തെങ്കിലും ആൾക്ക് സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ ആ ഒരു റിസ്ക് ഏറ്റെടുക്കാന്ന് ഡോക്ടേഴ്സും പറയാണ്. ഇപ്പോ എന്തെങ്കിലും റിസ്കുകൾ, ഇപ്പൊ സർജറി ചെയ്യുമ്പോൾ ചിലപ്പോ എന്തെങ്കിലും പെട്ടെന്ന് ഇൻവാസീവ് ആവുകയൊക്കെ ചെയ്യാം അല്ലെ. ചിലപ്പോ പെട്ടെന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വന്നാല് അതിനെതിരായിട്ടുള്ള ലൈഫ് സേവിങ്, ജീവൻ രക്ഷിക്കാനായിട്ടുള്ള മാർഗങ്ങളും അവര് ഡോക്ടേഴ്സ് എന്ത് ചെയ്യും, അവർ എടുക്കുമെന്ന് നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. ഇതുപോലെ തന്നെ എന്താണ്, പോസിറ്റീവ് ഔട്ട്കംസ് മാത്രമെന്ന് പ്രതീക്ഷിക്കാനും പാടില്ല. ഓക്കെ, വായിച്ചു നോക്കാം സെക്കൻഡ് പാരഗ്രാഫ്. Okay, then last paragraph നോക്കാം.
To work effectively, informed consent must allow a patient to make the decisions suitable for them. Patient in the informed consent suitable decision എടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കണം. This means medical professionals must offer enough information to patients to enable them to make a choice and provide enough time. അതായത് പേഷ്യന്റിന് ഏത് ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്ന് അതിനായിട്ടുള്ള ഒരു മതിയായിട്ടുള്ള ഒരു സമയം നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. കാരണം പെട്ടെന്ന് തന്നെ ചിലപ്പോൾ അത് വായിച്ച് സൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. കാരണം അത് വായിച്ച് ട്രീറ്റ്മെന്റ്സിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ആവശ്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ അവർക്ക് കൊടുത്തുകൊണ്ട് പേഷ്യൻസിനോട് ഡീറ്റെയിൽ ഒക്കെ പേഷ്യൻസിന്റെ ബൈസ്റ്റാൻഡറോട് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞ് അവർക്കത് കുറച്ചും കൂടി ചിലപ്പോൾ മറ്റുള്ളവരോട് കൂടിയൊക്കെ ആലോചിച്ചിട്ട് വേണമായിരിക്കും സൈൻ ചെയ്യണമെങ്കിൽ. സോ അതിനായിട്ടുള്ള ഒരു ടൈം കൃത്യമായിട്ട് കൊടുത്തിരിക്കണം. പോസിബിൾ പേഷ്യന്റ് ഡോണ്ട് ഫീൽ പ്രഷർ. പേഷ്യന്റിന് ഒരിക്കലും ഒരു പ്രഷറൈസ് ചെയ്തിട്ടുള്ള ഒരു ഫീൽ വരാൻ പാടില്ല. Then pain, medication and some medical conditions can affect judgment and understanding. So doctors must consider the factors when seeking consent from a patient. അതായത് ഇപ്പോ ചില പേഷ്യൻസിന്റെ ആ ഒരു പെയിനും മെഡിക്കേഷൻസും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആ രോഗാവസ്ഥയും മറ്റും അവരുടെ ആ ഒരു ഇതിനെ ബാധിക്കുന്നു. കാരണം ഇനി മേ ബി എന്തെങ്കിലും സംഭവിക്കോ അങ്ങനെയൊക്കെയുള്ളൊരു ധാരണകളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. സോ ഡോക്ടേഴ്സ് എന്ത് വേണം, എല്ലാ കാര്യങ്ങളും ഡോക്ടേഴ്സ് കൃത്യമായിട്ട് ഈ ബൈസ്റ്റാൻഡേഴ്സിന് പറഞ്ഞു കൊടുക്കണം എന്ന്. ഇനി ചിലർക്ക് പേടിയൊക്കെ ഉണ്ടാവുമല്ലോ, ഇനിയിങ്ങനെ അപ്പോ സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമോ ആൾക്ക് എന്നുള്ള ഒരു പേടിയും തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാകും. സോ അത് ഡോക്ടേഴ്സ് എന്ത് വേണം, കൃത്യമായിട്ട് അത് പറഞ്ഞു കൊടുക്കണം. അതിന്റെ ബെനിഫിറ്റ്സ് ആണോ ആഫ്റ്റർ ഇഫക്ട്സ് എന്താണോ എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കണം. ദെൻ അവർക്ക് അത് ഡിസിഷൻ എടുക്കാനായിട്ടുള്ള ഒരു ടൈം കൃത്യമായിട്ട് അത് കൊടുക്കണം. തീരുമാനങ്ങൾ എടുത്ത് ഏത് ഓപ്ഷനാണ് വേണ്ടത്, ഇനി സൈൻ ചെയ്യണോ എന്നുള്ള ഒരു ഡീറ്റെയിൽസ് അതിന്റെ കൃത്യമായിട്ടൊരു സമയം പേഷ്യൻസിന്റെ റിലേറ്റീവ്സിന് കൊടുക്കുക. ഓക്കെ, പെട്ടെന്ന് വായിച്ചു നോക്കാം കേട്ടോ ലാസ്റ്റ് പാരഗ്രാഫ്. കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, അപ്പൊ നമ്മള് ഇൻഫോംഡ് കൺസെന്റിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് പറഞ്ഞത്. സോ കൺസെന്റിന്റെ ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മള്. എന്താണ് കൺസെന്റ്, അതിന്റെ പ്രാധാന്യം, ദ ടൈപ്പ് ഓഫ് കൺസെന്റ്, ദെൻ എത്തിക്കൽ, ലീഗൽ, അഡ്മിനിസ്ട്രേറ്റീവ് ആസ്പെക്ട്സുകൾ. ഇത്രയുമാണ് കൺസെന്റ്സിനെ കുറിച്ച് ഇപ്പൊ നമ്മൾ പഠിച്ചത്. ഇനി അടുത്തത് ഗസ്റ്റ് ആൻഡ് പബ്ലിക് റിലേഷൻ എന്നുള്ളൊരു സെക്ഷൻ ആണ്. ഹോസ്പിറ്റലിലെ ഗസ്റ്റ് ആൻഡ് പബ്ലിക് റിലേഷൻ, ദെൻ അതിന്റെ കൺസെപ്റ്റുകൾ എന്തൊക്കെയാണ്, അതിന്റെ ഇമ്പോർട്ടൻസുകള്, ആ ഡിപ്പാർട്ട്മെന്റ്സിന്റെ റെസ്പോൺസിബിലിറ്റി, ഇതൊക്കെയാണ് നമ്മൾ ഇനി അടുത്ത സെക്ഷനിൽ പഠിക്കാൻ പോകുന്നത്. കൺസെന്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് പബ്ലിക് റിലേഷൻ ആണ്. ഇനി ഓൾറെഡി ഡിപ്ലോമയിൽ പഠിച്ചിട്ടുണ്ട് പബ്ലിക് റിലേഷൻ. പഠിച്ചിട്ടുണ്ടോ? ഓർക്കുന്നുണ്ടോ? പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ. യെസ്. അപ്പോ ഏകദേശം നമ്മൾ അതിൽ പഠിച്ച കുറെ കാര്യങ്ങളൊക്കെ തന്നെയാണ് വീണ്ടും ഒരു പബ്ലിക് റിലേഷൻ അല്ലെങ്കിൽ ഗസ്റ്റ് റിലേഷനെ കുറിച്ച് നമ്മൾ അതിന്റെ കുറച്ച് നമ്മൾ അതിൽ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഓവറോൾ ആയിട്ടുള്ള കുറച്ച് മെയിൻ പോയിന്റ്സുകളൊക്കെ ചേർത്തിട്ടാണ് ഇവിടെ നമ്മൾ ഇത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എടുത്തത്ര നന്നായിട്ട് വായിക്കണം. 3 കാര്യങ്ങള് എത്തിക്കല്, ലീഗല് നല്ല രീതിയിൽ അത് വായിക്കാനുണ്ട്. വായിച്ച് മനസ്സിലാക്കുക. ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇനി ഗസ്റ്റ് ആൻഡ് പബ്ലിക് റിലേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ മതിയല്ലോ, 2 മിനിറ്റേ ഉള്ളൂ. ഇനിയിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് 1-2 ലൈൻ മാത്രം നമുക്ക് വായിക്കാൻ പറ്റുള്ളൂ. സോ എടുത്തത്ര നന്നായിട്ട് വായിക്കുക. ദെൻ മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, നല്ലപോലെ വായിക്കണം. ഡിപ്ലോമ പോലെയല്ല, നല്ല രീതിയിൽ നമ്മൾ എഫേർട്ട് എടുത്ത് തന്നെ അതിന് വേണ്ടി പഠിക്കണം. അല്ലെ, ഓരോ സെക്ഷൻസും വായിക്കുമ്പോ അല്ലെ ചിലത് നിങ്ങൾക്ക് മനസ്സിലാവില്ല, ചിലത് ഇതുപോലെ ക്ലാസ് അല്ലെ ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഭയങ്കര ടഫ് ആയിട്ടൊക്കെ തോന്നിയതൊക്കെ വരാം. പക്ഷെ നല്ല രീതിയിൽ അതൊക്കെ വായിച്ച് ക്ലാസ് ഒക്കെ ഒരു ഓർമ്മ വെച്ചിട്ട് നിങ്ങൾക്ക് എക്സാം ഒക്കെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നന്നായിട്ട് വായിക്കാം. ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് വരിക കേട്ടോ. പബ്ലിക് റിലേഷൻ ഫസ്റ്റ് പാരഗ്രാഫ് പറ്റുന്നവരൊന്ന് വായിക്കാം. ഓക്കെ, താങ്ക് യു ഓൾ.